ശ്രീ NK അക്ബർ, അങ്ങേക്ക് 6 മിനിറ്റ്. ബഹുമാനപ്പെട്ട വൈപ്പിനംഗം, ഇവിടെ കേരളത്തിലെ പഴയ മുഖ്യമന്ത്രി ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിലൂടെ നടന്നുപോയി എന്നൊക്കെ അത് ആദ്യമായിട്ട് കണ്ടു എന്ന് പറഞ്ഞു. അദ്ദേഹം അത് വളരെ സുതാര്യമാണ്. എന്നാൽ പ്രത്യേകം ചാർട്ട് ചെയ്ത് ദുരൂഹമായി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഫ്ലൈറ്റിൽ പോയ കാര്യത്തെ സംബന്ധിച്ച് അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അറിഞ്ഞാൽ. പിന്നെ അദ്ദേഹം പഴയ മുഖ്യമന്ത്രി ഇങ്ങനെ ആളുകളെയെല്ലാം 1 മണി വരെ കണ്ടു എന്ന് പറഞ്ഞു. എന്തിനാ? ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി CNDRF പദ്ധതി വഴി ആളുകൾക്ക് നേരിട്ട് ഫണ്ട് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുന്ന സംവിധാനമായിരുന്നു ഇടതുപക്ഷ മുന്നണിയുടെ. അല്ലാതെ പാവപ്പെട്ട എല്ലാ ആൾക്കാരെയും ആംബുലൻസ് വിളിച്ചു കൊണ്ടുവന്ന് അങ്ങനെ ഒരു ജന്മിയുടെ മുന്നിൽ ആളുകൾ അണിനിരത്തുന്ന സ്ഥിതിയല്ല ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടെ അഴിമതി പറഞ്ഞു. ഒരു മന്ത്രിക്കെതിരെ കഴിഞ്ഞ 5 കൊല്ലക്കാലത്തിനിടയിൽ ഒരു അവിശ്വാസം, ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ 5 കൊല്ലക്കാലത്തിനിടയിൽ പ്രതിപക്ഷം ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നിട്ടുണ്ടോ? അപ്പോൾ അതൊന്നും പറയണ്ട സാർ. KSRTCക്ക് ഈ ബഡ്ജറ്റിൽ ഇന്ദിരാ ഗ്യാരണ്ടി പ്രിയദർശിനി പദ്ധതി ഏകദേശം 800 കോടി വേണം. എന്നാൽ ഇവിടെ 600 കോടിയാണ് നീക്കി വെച്ചിട്ടുള്ളത്. കൊല്ലത്ത് നമ്മുടെ പ്രിയങ്കരിയായ ബഹുമാന്യ മന്ത്രി ഇന്ദിരാ ഗ്യാരണ്ടി ഉദ്ഘാടനം ചെയ്യുന്നതിനിടെ അബദ്ധത്തിൽ അവരുടെ തലയിൽ പായസം വീണു. നമ്മുടെ മഹാഭാഗ്യം, ഒരു പ്രശ്നമുണ്ടായില്ല. എന്നാൽ ഇവിടെ ഗവൺമെൻറ് ആസൂത്രിതമായി KSRTCയുടെ തലയിൽ മണ്ണെണ്ണ ഒഴിക്കാൻ പോകും. കാരണം പൈസയില്ല. അതുകൊണ്ട് KSRTC ഇടിച്ച് ആൾ മരിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. ഇനി ഇന്ദിരാ ഗ്യാരണ്ടി ഇടിച്ച് KSRTC മരിക്കും. അതുകൊണ്ട് പൈസ അനുവദിക്കണം എന്നാണ് പറയുന്നത്. പൊതുജനാരോഗ്യ മേഖലയിൽ നിന്ന് ഈ ബഡ്ജറ്റ് 424 കോടി രൂപ, പൊതുവിദ്യാഭ്യാസത്തിൽ നിന്ന് 200 കോടി രൂപ, മത്സ്യമേഖലയിൽ നിന്ന് 38 കോടി രൂപ, ഗ്രാമീണ വ്യവസായ മേഖലയിൽ നിന്ന് 1000 കോടി രൂപ, പരമ്പരാഗത വ്യവസായത്തോടുള്ള ഇൻസെൻറ്റീവിൽ 7 കോടി രൂപ, ഈ നിലയിലെല്ലാം വെട്ടിക്കുറച്ചിരിക്കുക. ഇന്നലെ വ്യവസായ മന്ത്രി പറഞ്ഞു കൊടുവള്ളി അംഗത്തിനും അതുപോലെ തന്നെ നമ്മുടെ കുന്നമംഗലം അംഗത്തിനും മാവൂരിൽ ഞാൻ ബിർളയായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. സാർ, 100 കോടി രൂപ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള അംഗങ്ങൾ, ഭാസ്കരൻ മാഷയുടെ പഴയ പൊട്ടിത്തകർന്ന കിനാവിൻ്റെ മയ്യത്ത് കെട്ടിപ്പിടിച്ചു കരയുന്ന പെണ്ണ് എന്ന പാട്ട് പാടിയിരിക്കാനുള്ള ഫണ്ട് ഇതിലുള്ളൂ. സാർ, കഴിഞ്ഞ മെയ്യിൽ നടന്ന മുഖ്യമന്ത്രി ലഹളയിൽ പരിക്ക് പറ്റിയ ആളാണ് നമ്മുടെ പോലീസ് മന്ത്രി. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഉന്നത ചികിത്സക്ക് അവിടെ മെഡിക്കൽ കോളേജ് തന്നെ CM സമ്മാനമായി നൽകിയിട്ടുണ്ട്. നല്ലത്. പക്ഷെ ഒരു മെഡിക്കൽ കോളേജ് അനുവദിക്കുമ്പോൾ അതിനൊരു ശാസ്ത്രീയമായ പഠനവും കാര്യങ്ങളൊക്കെ വേണ്ടേ? നിപ്പ അടക്കമുള്ള വടക്കൻ മലബാർ പ്രദേശത്ത് ഇത്തരത്തിൽ സാധ്യതാ പരിശോധന നടത്തിയപ്പോൾ അവിടെ വേണ്ട, അതിനേക്കാളും പ്രിഫറൻസ് ഇവിടെയാണോ എന്നാണോ കണ്ടത്? നിപ്പ പടരുന്ന മേഖലയിലെ ആരോഗ്യ സേവനങ്ങൾ അവഗണിക്കുകയും ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ സന്ധി സമ്മാനങ്ങളായി ഇവ മാറാൻ പാടുണ്ടോ സാർ? ഞങ്ങൾ LDFൻ്റെ ആരോഗ്യ നയം താലൂക്കിലെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് യൂണിറ്റ് ഉണ്ടാക്കി ഡയാലിസിസ് സംവിധാനം നടക്കുന്നു. എല്ലാ മണ്ഡലങ്ങളിലും ഐസൊലേഷൻ വാർഡുകൾ ഉണ്ടാക്കുന്നു. എല്ലായിടത്തും CHCകൾ വന്നു. വൈകുന്നേരം 5 മണി വരെയുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഉണ്ടാക്കി. എന്നാൽ ആ കാര്യങ്ങളില്ല. എനിക്ക് ബഹുമാനപ്പെട്ട ധനമന്ത്രിയോട് പറയാനുള്ളത്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡയാലിസിസ് ആശുപത്രികളിൽ ഒരു ന്യൂറോളജിയെ അനുവദിക്കണം എന്നാണ്. സാർ, മണ്ണെണ്ണ സബ്സിഡി വർദ്ധിപ്പിച്ചത് സാർ, എനിക്ക് സംസാരിക്കണം സാർ. എന്നെ ഡിസ്റ്റർബ് ചെയ്താൽ പറ്റില്ല സാർ. സാർ, എന്നെ ഡിസ്റ്റർബ് ചെയ്താൽ പറ്റില്ല സാർ. സാർ, മണ്ണെണ്ണ സബ്സിഡി വർദ്ധിപ്പിച്ചത് നല്ല കാര്യം. പക്ഷേ ഇപ്പൊ പല യാനങ്ങളും ഡീസലിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഡീസൽ സബ്സിഡി കൂടി അങ്ങ് അനുവദിക്കണം എന്ന് ഞാൻ ഇതിൻ്റെ ഭാഗമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. സാർ, നെഹ്റുവിയൻ ലെഫ്റ്റാണ് നമ്മുടെ ബഹുമാന്യായ മുഖ്യമന്ത്രി. പഞ്ചവത്സര പദ്ധതി തുടങ്ങി വെച്ചത് നെഹ്റുവാണ്. പ്ലാനിംഗ് ബോർഡും അദ്ദേഹം തുടങ്ങി വെച്ചതാണ്. പക്ഷേ ആ പ്ലാനിംഗ് ബോർഡ് ഇല്ലാതാക്കി മോദി നീതി ആയോഗിലേക്ക് പോയി. ഇപ്പോൾ നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പ്ലാനിംഗ് ബോർഡിനുള്ള ഫണ്ട് 15% ചുരുക്കിയിരിക്കുകയാണ്. എന്നിട്ട് തിങ്ക് ടാങ്ക് എന്ന് പറയാണ്. സാർ, ഇതൊന്ന് വിശദീകരിക്കണം. ഇതെന്തായാലും
അദ്ദേഹം ഇപ്പോ ചാച്ചാജിയെ കൈയൊഴിഞ്ഞ് മോദിജിയെ കെട്ടിപ്പിടിക്കുന്ന ഒരു സ്ഥിതിയാണോ ഇത് എന്ന് സംശയിക്കുന്നു. സാർ, 1533 കോടി രൂപയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറിച്ചത്. നമ്മുടെ ഷാജി മിനിസ്റ്റർ അറിയണം. ഭൂരിഭാഗവും UDF അല്ലേ? മാർക്സിസ്റ്റ് വിരോധം തലക്ക് പിടിച്ച് ഇപ്പൊ ലൈഫ് പദ്ധതിയുടെ ലൈഫ് കളഞ്ഞിരിക്കുക. 1497 കോടി 26 ലക്ഷം രൂപയാണ് ബാലഗോപാൽ മിനിസ്റ്റർ ലൈഫ് പദ്ധതിക്ക് വേണ്ടി നീക്കിവെച്ചതെങ്കിൽ ഇപ്പോ അത് 58 കോടി 15 അല്ലേ സാർ? എന്നിട്ട് സാർ ലൈഫ് SC ST മത്സ്യം എന്നീ വിഭാഗങ്ങളിലേക്ക് മാറ്റി. ഇതുകൊണ്ട് എന്താ സംഭവിക്കണേ? ലൈഫ് പദ്ധതിയിൽ അപേക്ഷ കൊടുത്താൽ ആദ്യം പരിഗണിക്കുക SC വിഭാഗത്തെ, പിന്നെ പരിഗണിക്കുക മത്സ്യ വിഭാഗത്തെ, അത് കഴിഞ്ഞിട്ടാണ് ജനറൽ വിഭാഗത്തെ അനുവദിക്കാറുള്ളൂ. ഇവിടെ ഇങ്ങനെ വന്നാൽ ആപത്ത് എന്താണ്? പട്ടികജാതിയുടെ വീടും മത്സ്യത്തിന്റെ വീടും ജനറൽ വീടും ഒരുമിച്ച് ഒരാൾ വാങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും സാർ, എനിക്ക് വർദ്ധമായിട്ട് 2 മിനിറ്റ് സാർ, സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ പദ്ധതിയിൽ ഇരട്ടിപ്പുണ്ടാകും. ഇത് തകരും. നേരത്തെ SC വിഭാഗത്തിൽ ഇടുക്കി ജില്ലയിൽ മാത്രം 11,500 ചില്ലാനം വീടുകൾ നൽകി എന്ന് മാധ്യമം പദ്ധതി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 14 കൊണ്ട് തിരിച്ചു നോക്കിയേ, അപ്പൊ 5 കോടിയിൽ ഇത് വരുമ്പോ എത്രയുണ്ട്? അതുകൊണ്ട് അതിലെന്തെങ്കിലും അപാകണ്ടെങ്കിൽ തിരുത്തിക്കൊള്ളണം. ലൈഫിന്റെ പേരൊക്കെ മാറ്റി വേണമെങ്കിൽ നമ്മുടെ ലീഡറുടെ പേരിലുള്ള യോജനാ പദ്ധതി എന്തെങ്കിലും ആക്കിക്കോളും, ഞങ്ങൾക്ക് വിരോധമല്ല. പക്ഷേ അത് അട്ടിമറിക്കാൻ വേണ്ടി പാടില്ല. അതുപോലെ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ എന്ന പൊതുമേഖല ആ മരുന്ന് കമ്പനിയെ എന്തോ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന രീതിയിലാണ് കണ്ടത്. ബഹുമാനനായ മന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, അതിന് ചിലപ്പോൾ കുറവുകൾ ഉണ്ടാകും. അത് കുറവുകൾ പരിഹരിക്കുക എന്നതല്ലാതെ ആ മരുന്ന് മാഫിയകൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. ഇവിടെ മലപ്പുറത്തെ അവഗണിച്ചു എന്നിവിടെ പറയുകയുണ്ടായി. അല്ലെ, എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോൾ അതിനെതിരായി സമരം ചെയ്ത 2 കൂട്ടരാണ്. ഒന്ന് ജനസംഘമാണ്, ഒന്ന് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ അന്ന് നേതാവ് കേളപ്പജിയും അതുപോലെ തന്നെ ആര്യാടൻ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് പദയാത്ര നടത്തിയവരാണ്. സഖാവ് EMS ആണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത് എന്നുള്ള കാര്യം അറിയണം. ശരി, ഞാൻ അത്തരം കാര്യം കൂടുതൽ കിട്ടിപ്പോകുന്ന എനിക്ക് എന്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് 2 കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയിട്ടുള്ളതാണ് ഗുരുവായൂരിലെ ഫ്ലൈ ഓവർ. അവിടെ നമ്മുടെ ശീവേലിക്ക് പോലും ആനയെ കൊണ്ടുപോകാൻ പോലും കഴിയാത്ത രീതിയിൽ വലിയ ബ്ലോക്കുള്ളതാണ്. അതുകൊണ്ട് ആ ഫ്ലൈ ഓവർ അങ്ങ് മമ്മിയൂർ ഫ്ലൈ ഓവർ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊന്ന്, കടപ്പുറം പഞ്ചായത്തിലെ രൂക്ഷമായിട്ടുള്ള കടലാക്രമണം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള കടൽഭിത്തി നിർമ്മാണം, കുഞ്ഞാലിക്കുട്ടി സാഹിബിനൊക്കെ അറിയേണ്ടതാണ് കടപ്പുറം പഞ്ചായത്ത്. അതുകൊണ്ട് ആ കടൽഭിത്തി നിർമ്മാണത്തിനുള്ള ഫണ്ട് നിങ്ങൾ അനുവദിക്കണം. അതോടൊപ്പം തന്നെ ഒരു അഭ്യർത്ഥന എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ബഡ്ജറ്റ് പ്രസംഗത്തിലെ മറുപടിയിൽ ബഹുമാനായ ബാലഗോപാൽ മിനിസ്റ്റർ കോട്ടപ്പടി തമ്പുരാമ്പടി റോഡിന് അനുവദിച്ച ഫണ്ട് ഉണ്ടായിരുന്നു, ആ ഫണ്ടും കൂടി ഉൾപ്പെടുത്തണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഈ ബജറ്റിനെ എതിർക്കും.